അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിൽ ഡൽഹി എയിംസിന് അവധി നൽകിയ ഉത്തരവ് പിൻവലിച്ചു. അടിയന്തര ശസ്ത്രക്രിയകൾക്ക് മാറ്റമുണ്ടാകില്ല. OP വിഭാഗത്തിന് ഉച്ചയ്ക്ക് 2:30 വരെ അവധി പ്രഖ്യാപിച്ചത് വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ബൽറാം, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കും കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും ഈ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ അവധി നൽകിയത് വലിയ വിമർശനങ്ങൾക്ക് ഇട നൽകിയിരുന്നു. ഇപ്പോൾ എയിംസ് ആ തീരുമാനം തിരുത്തുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോട് അനുബന്ധിച്ച് ആ സമയം ഈ ചടങ്ങ് പൂർത്തിയാകുന്ന ഉച്ചയ്ക്ക് 2:30 വരെയുള്ള സമയം കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. പല സംസ്ഥാന സർക്കാരുകളും പൂർണ്ണ ദിവസ അവധിയോ അല്ലെങ്കിൽ അർദ്ധ ദിവസ അവധിയോ അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ വിമർശനങ്ങൾ ഏറ്റവും കൂടുതൽ ഉയർന്നത് ആശുപത്രികൾ അടക്കമുള്ളവർ, ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ആശുപത്രികളായ എയിംസ്, സഫ്ദർജംഗ്, രാം മനോഹർ ലോഹ്യ എന്നീ ആശുപത്രികൾ അടക്കം അവധി എടുക്കുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട എയിംസ് പ്രത്യേക ഉത്തരവ് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക ഉത്തരവ് ഇറക്കിയിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട്. അതിൽ വ്യക്തമാക്കിയിരുന്നത് അടിയന്തര സേവനങ്ങൾ, അതായത് ICUകൾ അടക്കം ഒഴികെയുള്ള ബാക്കി എല്ലാ സേവനങ്ങൾക്കും ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ആ ദിവസം, ചടങ്ങ് നടക്കുന്ന ദിവസം ഉച്ചയ്ക്ക് 2:30 വരെ അവധിയായിരിക്കും എന്നുള്ളതാണ്. പ്രധാനമായും അടിയന്തര സേവനങ്ങൾ അടക്കം ആവശ്യമായി വരുന്ന OPD അടക്കം അവധിയാണ് എന്നുള്ളതിനെതിരെ കടുത്ത വിമർശനങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. മനുഷ്യത്വരഹിതമായ നടപടിയാണ് ഇത് എന്നും അടിയന്തര സേവനങ്ങൾ ആവശ്യമുള്ള ആക്സിഡന്റ് അടക്കമുള്ളവ സംഭവിച്ചെത്തുന്ന രോഗികൾ മണിക്കൂറുകൾ കാത്തുനിൽക്കുന്നത് എങ്ങനെ എന്നുമുള്ള ചോദ്യം ഉയർന്നിരുന്നു. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം തിരുത്താൻ എയിംസ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. രാജ്യസഭാ MP കപിൽ സിബൽ ഒക്കെ പറഞ്ഞത് രാമരാജ്യത്ത് ഇങ്ങനെ സംഭവിക്കില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വന്നത്. ബൽറാം, തീർച്ചയായും ഗോപികൃഷ്ണൻ, ഈ കപിൽ സിബൽ അടക്കമുള്ളവർ അത് കടുത്ത ഭാഷയിൽ തന്നെ പരിഹാസവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. കപിൽ സിബലിന്റെ പരാമർശം ജനുവരി 22-ന് സർക്കാർ എയിംസ് അടക്കമുള്ള ആശുപത്രികൾക്ക് അവധി നൽകുന്നു, രാമരാജ്യത്തിൽ ഇത് ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ളതാണ്. സീതാറാം യെച്ചൂരി ഇത് മനുഷ്യത്വരഹിതമായ നടപടിയാണ് എന്നും ഈ ഒരു മതപരമായ ചടങ്ങിന്റെ പേരിൽ സർക്കാരിന്റെ സേവനങ്ങൾ നിഷേധിക്കപ്പെടരുത് എന്നുമുള്ള പ്രസ്താവന നടത്തിയിരുന്നു. കൂടാതെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം വക്താവ് പ്രിയങ്ക ചൗധരി ഈ അടിയന്തര സേവനം ആവശ്യമുള്ള രോഗികൾ ഉച്ചയ്ക്ക് 2:30 വരെ കാത്തു നിൽക്കേണ്ടതാണ് എന്ന ഒരു അറിയിപ്പ് എക്സിലൂടെ പങ്കുവെച്ചുകൊണ്ടാണ് പരിഹാസ രൂപേണ ഇതിനെ വിമർശിച്ചത്. എല്ലാ ഭാഗത്തു നിന്നും, പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഈ തീരുമാനത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ പൊതു അവധി പിൻവലിച്ചിരിക്കുന്നു. അവിടെ മാത്രമല്ല, അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമായ നാളെ മഹാരാഷ്ട്ര സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചതിനെ ചോദ്യം ചെയ്ത് 4 നിയമ വിദ്യാർത്ഥികളും ബോംബെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ആ ഹർജിയും കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. എയിംസ് അവധി നൽകിയതിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തീരുമാനം തിരുത്തിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.